ഓക്കെ, നമുക്ക് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സോളാർ സിസ്റ്റത്തിൽ മെയിൻലി വരുന്നത് എന്താണ്? പ്ലാനറ്റ്സ് ആണ്. എത്ര പ്ലാനറ്റ്സ് ആണ്? 1 2 3 4 5 6 7 8 പ്ലാനറ്റ്സ് ഉണ്ട്. ആദ്യം 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്ലൂട്ടോ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു പ്ലാനറ്റിൻ്റെ കാറ്റഗറിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ടോട്ടലി 8 പ്ലാനറ്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് സണ്ണിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സണ്ണാണ് ഈ സോളാർ സിസ്റ്റത്തിൻ്റെ 99% മാസും സണ്ണിലാണ് റിസൈഡ് ചെയ്യുന്നത്. 99% മാസും സണ്ണിലാണ് റിസൈഡ് ചെയ്യുന്നത്. സണ്ണിൻ്റെ ചുറ്റും ഈ ഒരു പ്ലാനറ്റ്സൊക്കെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാനറ്റ്സ് നോക്കാം. ഏതാണ്? മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? മെർക്കുറിയാണ് ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ, ബട്ട് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് അല്ല. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാ അറിയോ? വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. കോൾഡസ്റ്റ് പ്ലാനറ്റ് യുറാനസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സണ്ണിൻ്റെ ഒരു പ്ലാനറ്റ് അപ്പുറം വരുന്നത്, അതുപോലെ ഇപ്പുറത്തുനിന്ന് ലാസ്റ്റ് പ്ലാനറ്റിൻ്റെ ഒരു പ്ലാനറ്റ് അപ്പുറം വരുന്നതാണ് കോൾഡസ്റ്റും ഹോട്ടസ്റ്റും. അങ്ങനെ ഓർക്കുക, കോൾഡസ്റ്റും ഹോട്ടസ്റ്റും അങ്ങനെ ഓർക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പം ഇതാണ് കോൾഡസ്റ്റും ഹോട്ടസ്റ്റും ആയിട്ടുള്ള പ്ലാനറ്റ്സ്. അത് കഴിഞ്ഞിട്ട് മെർക്കുറിനെ കുറിച്ച് പറയുമ്പം ഓക്കെ, നമുക്ക് ആദ്യം സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് ഫോം ചെയ്തതൊക്കെ കുറിച്ച് പറയാം. സോളാർ സിസ്റ്റത്തിനെ ഫോം ചെയ്ത് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തസിസ്. നെബുലാർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാനുവൽ കാന്റ് കൊണ്ടുവന്നതാണ് ഈ നെബുലാർ ഹൈപ്പോത്തസിസ്. പിന്നെ ലാപ്ലേസ് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇമ്മാനുവൽ കാന്റ് 1755 നെബുലാർ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നു. പിന്നെ ലാപ്ലേസ് 1796 കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബുലാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നെബുല എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താ? ഒരു ക്ലിയർ അല്ലാത്ത എന്നാണ്. ഇപ്പോൾ ക്ലിയർ അല്ലാത്ത ഡസ്റ്റീസ് ഫോഗ്, അതിൻ്റെ നടുവിൽ ഒരു മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അത് സണ്ണ്. ആ ഒരു തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തസിസ്. പിന്നെ നെബുലാർ ഹൈപ്പോത്തസിസ് പുട്ട് ഫോർവേഡ് ചെയ്ത ഇമ്മാനുവൽ കാന്റും ലാപ്ലേസും നമ്മൾ നോക്കി. ഇനി അടുത്തത് സോളാർ സിസ്റ്റത്തിൻ്റെ ഏജ്, സണ്ണിൻ്റെ ഏജ്, എർത്തിൻ്റെ ഏജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സിസ്റ്റത്തിൻ്റെ ഏജ് എത്രയാണ്? 4.6 ബില്യൺ ഇയേഴ്സ് എഗോ. 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് സോളാർ സിസ്റ്റത്തിൻ്റെ ഏജ്. ഇനി നമ്മൾ എർത്തിൻ്റെ ഏജ് എത്രയാണ് അറിയോ? 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. എർത്ത് ഈസ് 4.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. ഇനി യൂണിവേഴ്സിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 13.8 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏജിൻ്റെ ക്രൈറ്റീരിയ. അതൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നത് ഇനി നമ്മൾ മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഇമ്മാനുവൽ കാന്റിൻ്റെ ഇതിനും പഠിക്കുന്ന പോലെ തന്നെ പ്ലാനറ്റൈസ്മൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഈ പ്ലാനറ്റൈമൽ ഹൈപ്പോത്തസിസ് ആരാണ് ഗിവ് ഫോർവേഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ആൾക്കാരാണ്, ഷാംബർലിനും മട്ടനും. 1905 തന്നതാണ് ഈ പ്ലാനറ്റൈസ്മൽ ഹൈപ്പോത്തസിസ് 1905. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ഡൗൺ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, പക്ഷേ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാധാരണ പുറത്തെന്ന് പറയാനുള്ളത്. ഇനി മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെർക്കുറിയാണ് ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദി സൺ. സണ്ണിൻ്റെ തൊട്ടടുത്തുള്ള പ്ലാനറ്റാണ്. 88 ഡേയ്സ് ആണ് മെർക്കുറിൻ്റെ റിവോൾവിങ് ടൈം. 88 ഡേയ്സ് കൊണ്ട് മെർക്കുറി റിവോൾവ് ചെയ്യും. അതാണ് ഫാസ്റ്റസ്റ്റ് ടു റിവോൾവ് അറൗണ്ട് ദി സൺ. സണ്ണിൻ്റെ ചുറ്റും ഏറ്റവും പെട്ടെന്ന് റിവോൾവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെർക്കുറിയാണ്. ഓക്കെ, ഇനി മെർക്കുറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പ്ലാനറ്റ് ഏതാണ്? വീനസ് എന്താണ്? ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. പിന്നെ നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും വീനസിനെ. മെർക്കുറിയാണ് സ്മോളസ്റ്റ് പ്ലാനറ്റ്, അതുപോലെ തന്നെ ക്ലോസസ്റ്റ് പ്ലാനറ്റ്, അതുപോലെ എന്താ പറയുക, ഫാസ്റ്റസ്റ്റ് പ്ലാനറ്റ്. ഇനി വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കും. രാത്രി നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമുക്കിങ്ങനെ ബ്രൈറ്റായിട്ട് എർത്ത് കാണാൻ പറ്റും. എർത്ത്സ് ട്വിൻ എന്ന് വിളിക്കും. അതുപോലെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. അതെന്താ ഹോട്ട് ആവാൻ കാരണം? ഇതിൽ ക്ലൗഡൊക്കെ H2SO4 തിക്കായിട്ടുള്ള H2SO4 ഉണ്ട്. അപ്പോൾ ഈ H2SO4 ക്ലൗഡ്സിൻ്റെ തിക്നെസ് കാരണം ഇവിടെ എന്താ പറയുക, കൂടുതൽ ഇത് വരും, ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരും. അപ്പോൾ ഹീറ്റിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീനസ് ഭയങ്കര ഹോട്ടായിരിക്കുന്നു. അതാണ് ഹോട്ടാവാനുള്ള കാരണം. ഇനി അടുത്തത് എർത്തിനെ കുറിച്ച് നമ്മൾ പറയണ്ട. എർത്ത് ഉണ്ട്. എർത്തിൻ്റെ ചുറ്റും ഇതാവുന്ന മൂൺ, സാറ്റലൈറ്റ് ഉണ്ട്. ഇതിന് 2 സാറ്റലൈറ്റ് ഇല്ല കേട്ടോ. മെർക്കുറിക്കും വീനസിനും ഇല്ല. എർത്തിനാണ് ഫസ്റ്റ് സാറ്റലൈറ്റ് വരുന്ന ഒരു സാറ്റലൈറ്റ്, മൂൺ.
മൂണിൻ്റെ ഹയസ്റ്റ് പീക്കാണ് ഈ മൗണ്ട് ലെബിൻറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, 27 ഡേ ആണ് മൂൺ റെവല്യൂഷൻ എടുക്കുക. ഓക്കെ, എർത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി അടുത്തത് മാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാർസ് എന്ന് പറഞ്ഞാൽ എർത്ത് കഴിഞ്ഞ് വരുന്ന പ്ലാനറ്റാണ്. ഈ മാർസിന് ശേഷം വരുന്നതൊക്കെ ഗ്യാസ് ജയൻസ് ആണ്. ഈ ഒരു ബാൻഡിൽ വരുന്നത് ഗ്യാസ് ജയൻസും ഈ ഒരു ബാൻഡിൽ വരുന്നത് എന്താണ്? ഈ ഒരു ബാൻഡിൽ വരുന്നത് ഇതാണ് ഗ്യാസ് ജയൻസ്. ഈ ഒരു ബാൻഡിൽ വരുന്നതോ ഇത് ഗ്യാസും ഇത് സോളിഡും. ഇത് കൂടുതലും റോക്ക് വെച്ചുണ്ടാക്കുന്നതും ഇത് ഗ്യാസ് കൊണ്ട് ഉണ്ടാകുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാൻഡിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഈ മാർസിൻ്റെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണാം, മൗണ്ട് ഒളിമ്പസ് ഉണ്ട്. ഈ മൗണ്ട് ഒളിമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ആൻഡ് ടോളസ്റ്റ് വോൾക്കാനോ ഇൻ ദ സോളാർ സിസ്റ്റം ആണ്. ലാർജസ്റ്റ് മൗണ്ടൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൗണ്ട് ഒളിമ്പസ് ആണ്. ഓക്കെ, അടുത്തത് മാർസിന് ശേഷം വരുന്നത്. മാർസിനെ കുറിച്ച് വേറെ പ്രത്യേകതയായിട്ട് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടാറുണ്ട്. ഓക്കെ, പിന്നെ മാർസിന് ശേഷം വരുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. നമ്മൾ ആസ്ട്രോയിഡ്, മെറ്റിയോറൈറ്റ് അതൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റ് മാർസിന് ശേഷം വരുന്നതാണ്. മാർസ് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ജൂപ്പിറ്ററാണ് നമ്മളെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ്. അതുപോലെ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഉള്ളത് ജൂപ്പിറ്ററിൻ്റെ മുകളിലാണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട്, ഗ്രേറ്റ് റെഡ് സ്പോട്ട്. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഒരു ദിവസം, നമ്മളെ ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ് നമ്മുടെ ഒരു ദിവസം. പക്ഷേ ജൂപ്പിറ്ററിലെ ഒരു ദിവസം എത്രയാണ്? 9 മണിക്കൂർ 56 മിനിറ്റ്, ഓൾമോസ്റ്റ് 10 മണിക്കൂർ. 10 മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസം കഴിയും. അപ്പോൾ ജൂപ്പിറ്ററാണ് ഫാസ്റ്റസ്റ്റ് മൂണിൻ്റെ ചുറ്റും സണ്ണിൻ്റെ ചുറ്റും ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? മെർക്കുറി. നമ്മൾ 365 ദിവസം പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത് മെർക്കുറി 88 ദിവസം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ സ്വന്തം ആക്സിസിൽ ഏറ്റവും കൂടുതൽ റെവല്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അതാണ് ജൂപ്പിറ്റർ. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ആണ്, എ ഡേ ഫാസ്റ്റായിട്ട് കഴിയും. ഇനി ജൂപ്പിറ്ററിൻ്റെ 4 മൂൺസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാനിമേഡ്, അതുപോലെ ജൂപ്പിറ്ററിൻ്റെ 4 മൂൺസ്, അതായത് ഗലീലിയൻ മൂൺസ് എന്നാണ് ഇതിന് പറയുന്നത്. ഗലീലിയോ കണ്ടുപിടിച്ചതുകൊണ്ട് ഗലീലിയൻ മൂൺസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഗാനിമേഡ്, ലോ, യൂറോപ്പ, ഗാനിമേഡ്, ലോ, ഇതൊക്കെ ജൂപ്പിറ്ററിൻ്റെ 4 മൂൺസാണ്. പിന്നെ കാസ്റ്റിലോ, ഗാനിമേഡ്, കാസ്റ്റിലോ, യൂറോപ്പ, ഇതാണ് ഗലീലിയൻ മൂൺസ് എന്ന് പറയുന്ന 4 മൂൺസ്. ഗലീലിയോ ഡിസ്കവർ ചെയ്ത 4 മൂൺസാണ് ഈ വരുന്ന മൂൺസ്. ഓക്കെ, ലാർജസ്റ്റ് മൂൺ ഇതിൽ ഗാനിമേഡാണ്, ജയൻറ്റ്, അങ്ങനെ ഓർത്താൽ മതി. ഗാനിമേഡാണ് ലാർജസ്റ്റ് മൂൺ. ഓക്കെ, ഇനി അടുത്ത വരുന്ന പ്ലാനറ്റ് എന്താ? സാറ്റേൺ ആണ്. സാറ്റേണിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ? ലോവസ്റ്റ് ഡെൻസിറ്റി. അതായത് നമ്മളൊരു ജാറ് വെള്ളം എടുത്തു. ആ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇമാജിൻ ചെയ്താൽ മതി. അതിൽ നമ്മൾ സാറ്റേണും ഇട്ടു, എർത്തും ഇട്ടു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏതിനാണ്? സാറ്റേണിനാണോ എർത്തിനാണോ? സാറ്റേണിനാണ് കുറവ് ഡെൻസിറ്റി, എർത്തിനാണ് കൂടുതൽ ഡെൻസിറ്റി. കാരണം എന്താ? സാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ജയൻ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഗ്യാസ് ജയൻസിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ കുറവ് ഡെൻസിറ്റി വരുന്ന സാറ്റേണിനും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വരുന്ന എർത്തിനുമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഗലീലിയോ ആണ് സാറ്റേൺ 1610 കണ്ടുപിടിച്ചത്. ഇനി സാറ്റേണിൻ്റെ ചുറ്റുമുള്ള ഈ റിങ് കണ്ടുപിടിച്ചത് ആരാ അറിയോ? അത് ക്രിസ്ത്യൻ ഹ്യൂഗിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഗലീലിയോയും ക്രിസ്ത്യൻ ഹ്യൂഗിൻസും 2 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈ റിങ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഹ്യൂഗിൻസും, അതുപോലെ സാറ്റേൺ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. അപ്പോൾ നമ്മൾ മാറി മാറി ചോദിക്കാറുണ്ട്. പിന്നെ ഈ സ്പേസ് ബിറ്റ്വീൻ ദ റിങ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൊമിനോ കാസിനി. ഇത് നിങ്ങൾ അധികം സ്ഥലത്ത് കാണില്ല, പക്ഷെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സാറ്റേൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ കോൾഡസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? യുറാനസ്. ഈ യുറാനസും വീനസും എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യാറ്. അപ്പം നിങ്ങൾ UV എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, UV വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആൻറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടായി പോകും. അപ്പം യുറാനസും വീനസും, ബാക്കിയൊക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സണ്ണിനെ ചെയ്യാറ്. അപ്പം യുറാനസും വീനസും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതാക്കാറ്. പിന്നെ യുറാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റഡ് 90 ഡിഗ്രി. നമ്മളിപ്പോൾ നമ്മുടെ ഒക്കെ ഒരു എർത്തിൻ്റെ ഒരു 23.4 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. എർത്ത് അതിൻ്റെ ആക്സിസ് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ടിൽറ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു ടിൽറ്റിലാണ് എർത്ത് നിൽക്കുന്നത്. പക്ഷേ യുറാനസ് എന്താ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ടിൽറ്റഡ് ആണ്. അപ്പം യുറാനസിനെ റോളിംഗ് പ്ലാനറ്റ് എന്നാണ് പറയുക. അങ്ങനെ റോൾ ചെയ്ത് പോകുന്ന പോലെ തോന്നും. ഓക്കെ, അടുത്തത് നെപ്റ്റ്യൂണാണ് വിൻഡിയസ്റ്റ് പ്ലാനറ്റ്.
വിൻഡിയസ്റ്റ്. സണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ ദൂരം ആയതുകൊണ്ട് കാറ്റ് ഇങ്ങനെ വരും, കാറ്റടിക്കും, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ലാസ്റ്റ് ഇവിടെ കുപ്ലിയർ ബെൽറ്റ്, ഇത് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റം കഴിഞ്ഞു. അപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന കാറ്റൊക്കെ നമ്മളെ നെപ്റ്റ്യൂണിൻ്റെ മുകളിലാണ് അടിക്കുന്നതെന്നും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 2-3 കാര്യം കൂടി ഒന്ന് നോക്കാം. അതായത് ഫാസ്റ്റസ്റ്റ് ടു റൊട്ടേറ്റ്, ഫാസ്റ്റസ്റ്റ് ടു റെവല്യൂട്ട്, അത് രണ്ടും കണ്ടുപിടിക്കണം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ റൊട്ടേറ്റ്, റെവല്യൂട്ട്, ഇത് സൂര്യനെ ചുറ്റുന്നതാണ് റെവല്യൂഷൻ. ഓക്കെ, മറ്റേത് റൊട്ടേഷനാണ്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് ടു റൊട്ടേറ്റ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 10 മണിക്കൂറിൽ ജൂപ്പിറ്ററാണ് ഫാസ്റ്റസ്റ്റ് ടു റൊട്ടേറ്റ്. ഇനി സ്ലോവസ്റ്റ് ടു റൊട്ടേറ്റോ? വീനസ്. ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ മെല്ലെ പാറിയിട്ടൊക്കെ വരുള്ളൂ. 257 ദിവസമാണ് വീനസിലൊരു ദിവസം. ജൂപ്പിറ്ററിലോ 10 മണിക്കൂർ, 9 മണിക്കൂർ 56 മിനിറ്റ് എന്ന് ഓർത്താലും മതി. ഇനി ഫാസ്റ്റസ്റ്റ് ടു റെവല്യൂട്ട് ഏതാണ്? അത് നമ്മൾ പഠിച്ചു. 88 ഡേ. സൂര്യൻ്റെ ഏറ്റവും അടുത്തായതുകൊണ്ട് മെർക്കുറി പെട്ടെന്ന് സൂര്യൻ അങ്ങ് ചുറ്റിക്കഴിയും. പക്ഷേ ജൂപ്പിറ്റർ ഒരു ദിവസം പെട്ടെന്ന് പോവുമെങ്കിലും ഒരു വർഷം 165 നമ്മുടെ ഒരു വർഷമാണ് ജൂപ്പിറ്ററിൻ്റെ ഒരു വർഷം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് ഡിഫറൻസ്. അത്രയാണ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് മെയിൻലി ഉള്ളത്. ഇനി നമ്മൾ ഇതിൽ പറയാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യുറാനസിനെ കുറിച്ചിട്ട് യുറാനസ് കണ്ടുപിടിച്ചത് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. യുറാനസ് വില്യം ഹേർഷലാണ് യുറാനസ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത് ജൊഹാൻ ഗാലിയും അർബാനിയൻ ലീയും. അപ്പോൾ JU എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, യുറാനസ് അല്ല നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചതോ വില്യം ഹാർഷലും ഈ JU എന്ന് പറയുന്നത് ജൊഹാൻ ഗാലിയും അർബാനിയൻ ലേയുമാണ് ഏത് കണ്ടുപിടിച്ചത്? നമ്മുടെ നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ബെൽറ്റുകളൊക്കെ പഠിച്ചു, അതുപോലെ ആസ്ട്രോയിഡ്. ഇനി ഇതിൻ്റെ ഡേയ്സ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും. ഇനി അടുത്തത് വരുന്നത് എന്താ? സൈസാണ്. ഓക്കെ, അതിൻ്റെ മുമ്പ് 2 ടേംസും കൂടി. സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ എക്സ്പ്ലോഷനാണ്. അതുപോലെ പൾസാർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ സ്റ്റാറാണ്. അതിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ഓർഡർ നമുക്കറിയുന്നുണ്ടാവും. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ് എന്നൊക്കെ നമ്മുടെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ ഓർത്ത് വെച്ചാലും മതി. അത് പിന്നെ എല്ലാവർക്കും അല്ലാതെ തന്നെ അറിയുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിൻ്റെ ഇത് J സൺ EVM, പിന്നെ ഏറ്റവും ചെറുത് ഏതാ? മെർക്കുറി. അപ്പോൾ ഇതെന്താ? ജൂപ്പിറ്റർ. ഇതെന്താ? സാറ്റേൺ. ഇതെന്താ? യുറാനസ്. ഇതെന്താ? നെപ്റ്റ്യൂൺ. അപ്പോൾ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഗ്യാസ് ജയൻസ് കഴിഞ്ഞ് ഇനി എർത്ത്. അപ്പോൾ നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റിലെ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഏതാ? എർത്താണ്. വീനസ്, മാർസ്, ഓക്കെ, പിന്നെ മെർക്കുറി. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. J സൺ EVM. ഓക്കെ, ഇത്രയാണ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത്.